നമസ്കാരം. 8 വർഷം കഴിഞ്ഞു നമ്മുടെ ദുരന്തം തുടങ്ങിയിട്ട്. അതായത് ഈ സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സത്യത്തിൽ കൊള്ളയടിക്കാൻ വേണ്ടി, ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടത്. എന്നാൽ ആദ്യ സർക്കാർ അങ്ങനെയല്ല. തുടക്കത്തിൽ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി അതുവരെ പാർട്ടി നേതാവും മറ്റും ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നലോടെയാണ് വന്നത് എന്ന് തോന്നുന്നു. എന്നാൽ പിന്നീട് കുറച്ച് പ്രളയം, അതുപോലെ കുറച്ച് ദുരന്തങ്ങൾ നമ്മൾ തേടി വന്നപ്പോൾ, അതിൽ ഫണ്ടുകൾ വന്നപ്പോൾ അതിനുള്ള സാധ്യതകൾ കണ്ടു, കൊള്ളയടിക്കാൻ തുടങ്ങി എന്നതാണ് ശരിക്കുള്ള വസ്തുത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ജനം പറയുന്നത്. എന്താ ഇപ്പൊ അങ്ങനെ പറയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവിക്കുന്നത് തന്നെ രണ്ടാം പിണറായി സർക്കാരിന് ശേഷം ഇവിടെ എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? പെൻഷൻ ഇല്ല, വിലക്കയറ്റം, അതുപോലെ പെൻഷൻ ഇല്ല എന്ന് പറയുന്നത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ കൊള്ള, അത് വൈദ്യുതിയുടെ നിരക്കിലായാലും വെള്ളത്തിന്റെ നിരക്കിലായാലും നികുതിന്റെ നിരക്കിലായാലും അപേക്ഷാ ഫീസുകളായാലും, എന്തിന് ഒരു കുടുംബ കേസ് കോടതിയിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ അതിന്റെ രജിസ്റ്റർ ഫീസ് ആയാലും ഒക്കെ. ഇതിനെല്ലാം പുറമെയാണ് 2023 ഒരു വർധന കൊണ്ടുവന്നത്, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്. അതായത് ജനങ്ങളെ ഏതൊക്കെ വിധത്തിൽ കൊള്ളയടിക്കാമെന്ന് പഠിപ്പിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണമില്ല, അതുകൊണ്ട് അവിടെ പണം നിറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു ലോട്ടറിയാണ് അത്രേ ഈ പറഞ്ഞ ഫീസ് വർധന എന്ന് പറയുന്നത്. അതും എങ്ങനെ വർധന? മാസങ്ങൾക്ക് മുമ്പ് അരീക്കോടുള്ള നിസാർ ബാബു എന്ന ചെറുപ്പക്കാരൻ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ചോദിച്ചു, അല്ല എനിക്ക് ഒരു വീട് വെക്കാനുണ്ട്, പെർമിറ്റ് ഫീസ് എത്രയാണ്? പറഞ്ഞത് 1300 രൂപ. ഓക്കെ, 1300 രൂപ പെർമിറ്റ് ഫീസ് എടുക്കാൻ അപേക്ഷാ ഫീസ് വേണം, പ്ലാൻ വേണം, കാര്യങ്ങൾ വേണം. എന്നാൽ അയാള് ഇതിനിടയ്ക്ക് ഒരു യാത്ര പോയി, ലോകയാത്ര നടത്തുന്ന ഒരു ബ്ലോഗറാണ് ആള്. അയാൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അപേക്ഷ പ്ലാനൊക്കെ തയ്യാറാക്കി വീട് പണിയാനുള്ള പെർമിറ്റ് ഫീസിന് കൊണ്ടു ചെന്നപ്പോൾ അയാളോട് പറഞ്ഞ് 24,000 വേണം. അയാൾ പോയപ്പോ 1300 1400 മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പൊ 24,000 വേണമെന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും അയാൾ ഞെട്ടി, അയാൾ പ്രതികരിച്ചു. കാരണം ഒരു 500 1000 ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 1200 1300 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇയാൾ 24,000 കെട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോ ആ 24,000 കൊടുക്കുന്നത് അയാൾ വീഡിയോ എടുത്ത് ലൈവായിട്ട് ഇട്ടു. അത് ഇടണ്ടേ? കാരണം നമ്മൾ ഖജനാവിലേക്ക്, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും സർക്കാരായാലും പിണറായാലും ആർക്കായാലും സാധാരണ ജനം കൊടുക്കുന്ന പണമാണത്. അവർ അധ്വാനിച്ച പണമാണ്. ആ പണം കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര പണം ഇന്നടത്തേക്ക് കൊടുത്തു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അത് അയാൾ ചെയ്തു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത്രയധികം ഭീമമായ ഒരു കൊള്ള നടക്കുന്നുണ്ട് എന്ന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, 1200 1300 സ്ഥാനത്ത് 24,000 ഒക്കെയാണ് വാങ്ങുന്നത്. എത്ര ഇരട്ടിയാണ്! അപ്പോ അത്രയും പണം വാങ്ങിയപ്പോ അതിനെ ചോദ്യം ചെയ്തപ്പോ നിസാർ ബാബു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെതിരെ പൊങ്കാലയോട് പൊങ്കാല കേരളത്തിലെ സകല കമ്മിക്കൂട്ടങ്ങളും അയാളെ പിന്നാലെ കൂടി. സത്യത്തിൽ ഈ കമ്മികളും വീട് വെക്കാൻ ചെല്ലുമ്പോ ഇതേ ഒരു അവസ്ഥയിൽ പണം കെട്ടിവെക്കണമെന്ന് അവർ ഓർത്തില്ല. എന്നാൽ പിന്നീട് അവർക്കത് മനസ്സിലായി എന്നാണ് തോന്നുന്നത്. കാരണം ലോക്സഭാ ഇലക്ഷൻ ആയപ്പോഴേക്ക് അത് അവർക്ക് മനസ്സിലായി. എന്നാൽ നിസാർ ബാബുവിന് നഷ്ടപ്പെട്ട മറ്റു പലതും ഉണ്ട്. ഈ നവകേരള ധൂർത്ത് ഇതിനിടയ്ക്ക് വന്നു. അതായത് കേരളത്തിൽ ഒരു ബസ് എടുത്തുകൊണ്ട് ഈ മന്ത്രിമാരും എല്ലാവരും കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് പൗരപ്രമുഖരിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി നടത്തിയൊരു യാത്ര. അങ്ങനെ പൗരപ്രമുഖരുടെ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയിട്ടും അവരുടെ സൽക്കാരം സ്വീകരിച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒരു യാത്ര വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പഞ്ഞിക്കിടുമെന്ന് മനസ്സിലായത് കൊണ്ട് അതിന് ഒരു പേരിട്ടു, നവകേരള സദസ്, നവകേരള ധൂർത്ത് എന്ന് നമുക്ക് വിളിക്കാം. ആ നവകേരള ധൂർത്തിൽ പരാതി വാങ്ങാൻ ഒരു മുഖ്യമന്ത്രിയും വന്നില്ല. അത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അനുകരിച്ച് ചെയ്താണെന്നൊരു ശ്രുതിയുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ 7 അയലത്ത് പോലും എത്തിയില്ല എന്നുള്ളത് വേറെ വരും. ഏതായാലും ആ നവകേരള സദസ് എന്ന് പറയുന്ന ആ യാത്രയിൽ പൗരപ്രമുഖരുടെ വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും അവർ നടന്നപ്പോ അവരുടെ പള്ള നിറഞ്ഞിട്ടുണ്ടാവും, കീശ നിറഞ്ഞിട്ടുണ്ടാവും. ജനങ്ങളുടെ പള്ളൊന്നും നിറഞ്ഞില്ല. അരീക്കോട് എത്തിയപ്പോ ഈ പാവം നിസാർ ബാബു വീണ്ടും ഒരു പരാതിയുമായി നവകേരള സദസ്സിന്റെ വേദിയിൽ ഒരു പരാതി എഴുതി കൊണ്ടുവന്ന് കൊടുത്തു. സാർ, ഇന്നൊരു പരാതി ഇങ്ങനെ ഉണ്ട്. ആ പരാതി അയാൾ യൂട്യൂബിൽ പറഞ്ഞിരുന്നു. ഇത് ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഫീസല്ല, ഇതൊന്ന് കുറച്ചു തരണം, നമുക്കത് കഴിയില്ല എന്ന് അങ്ങനെ ഒരു അപേക്ഷ. അതായത് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി അവനൊരു അപേക്ഷ കൊടുത്തതിന് ഈ സഖാക്കൾ കൊടുത്ത ശിക്ഷ എന്ന് പറയുന്നവന്റെ 1.5 ലക്ഷം രൂപയുടെ മൊബൈല് മോഷ്ടിക്കുക, പിടിച്ചു പറിക്കുക, മൈക്ക് മോഷ്ടിക്കുക, ഇതൊക്കെയായിരുന്നു. 1.5 ലക്ഷം രൂപയുടെ മൊബൈൽ അല്ല അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അയാൾ മാസങ്ങളായി മറ്റു വിദേശത്ത്, വിയറ്റ്നാമിലും മറ്റു പല ഭാഗത്തും പോയി കുറെ വീഡിയോ എടുത്തിരുന്നു, സ്പോൺസർ വീഡിയോ. അത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചതാണ്. ആ വീഡിയോകളെല്ലാം ആ മൊബൈലിലാണ്. അത് അടക്കം നഷ്ടപ്പെട്ടു. അപ്പൊ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായെന്ന് ചിന്തിക്കുക. വീണ്ടും അയാൾക്ക് അത് നികത്താൻ അതുപോലെ ഒരു മൊബൈൽ വാങ്ങി വീണ്ടും അതേ യാത്ര വീണ്ടും നടത്തേണ്ടി വന്നു. അപ്പൊ അത്രയും ലക്ഷം അയാൾക്ക് നഷ്ടമുണ്ട്. അത് മാത്രമല്ല, ഈ മൊബൈൽ പറിച്ചുകൊണ്ട് പോയത് ആരാണ്, ഇത് മോഷ്ടിച്ചത് ആരാണ് എന്ന് വീഡിയോ ദൃശ്യങ്ങൾക്ക് അടക്കം അരീക്കോട് പോലീസിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട്
അരീക്കോട് പോലീസ് ആ കേസ് അന്വേഷിക്കുകയോ അവരുടെ കസ്റ്റഡിയിൽ ആ കേസ് ഉണ്ടായിരുന്ന കാലത്തോളം ആ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയോ ഒന്നും ചെയ്തില്ല, അന്വേഷിക്കാനേ നോക്കിയില്ല. കാരണം മോഷ്ടിച്ചുകൊണ്ട് പോയത് സഖാക്കളാണ് എന്നതുകൊണ്ട് അത് പോലീസിന് അന്വേഷിക്കേണ്ട ചുമതലയില്ല. ഇപ്പൊ അന്വേഷണം വേറെ ടീമാണ് അന്വേഷിക്കുന്നത്. എന്നിട്ടോ സംസാരിക്കാനെന്ന വ്യാജേന പോലീസ് സ്റ്റേഷനിലേക്ക് നിസാർ ബാബുവിനെ വിളിപ്പിച്ചു. ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മുന്നിലിട്ടും ഇതേ സഖാക്കൾ ഗുണ്ടകൾ നിസാർ ബാബുവിനെ മർദ്ദിച്ചു. അതായത് പോലീസുകാർക്ക് വാദിയായിട്ടുള്ള ഇരയായിട്ടുള്ള ആളെ മർദ്ദിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അവന് രണ്ടടിയുടെ കുറവ് ഇനിയുണ്ട്, കുറച്ച് അടി കൂടെ കൊടുക്കാനുണ്ട്. നവകേരള സദസ്സിലായതുകൊണ്ട് അത്രയും ആൾക്കാരെ മുന്നിലിട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ ഞങ്ങൾക്കൊരു സൗകര്യം ഉണ്ടായി തരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി അടിക്കാൻ നിർത്തി കൊടുത്തത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. നിസാർ ബാബുവിനെ അടിച്ച് പഞ്ഞിക്കിട്ട് കുറെ ദിവസം അയാൾ ഹോസ്പിറ്റലായിരുന്നു. അതായത് സ്വന്തം മൊബൈൽ മോഷ്ടിച്ച ടീമിനെ കൊണ്ട് അതേ പോലീസ് സ്റ്റേഷനിൽ അവർക്കെതിരെ പരാതി കൊടുത്ത കാരണത്താൽ അവരെ കൊണ്ട് മർദ്ദിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. ഈ സർക്കാർ വർദ്ധിപ്പിച്ച ഫീസിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. ആ കുറവ് വരുത്താനിടയ സാഹചര്യവും എത്രയാണ് വരുത്തിയതെന്നും അത് എത്ര രൂപ നിങ്ങളിലേക്ക് വരും എന്നും അതെങ്ങനെ കിട്ടുമെന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ ബാക്കി ഞാൻ പറയുന്നുണ്ട്. അത് പറയാൻ ഇതിന്റെ ആദ്യ ഭാഗം പറയാതെ പറ്റില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരല്പം ലെങ്തി ആയിരിക്കും, സഹിക്കുക. കാര്യം നിങ്ങൾ മുടക്കിയ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതെങ്ങനെയെന്ന് കൂടി ഞാൻ ഇതിനകത്ത് പറയാം. നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോ തുടർന്ന് കാണുക. ഈ ജനം പൊട്ടന്മാരല്ലല്ലോ, എല്ലാ കാലവും ജനങ്ങൾ പൊട്ടന്മാരായിട്ടിരിക്കാൻ പറ്റൂല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയിൽ പ്രതികരിക്കാൻ ഒരു അവസരം വന്നു. ലോക്സഭാ ഇലക്ഷൻ കൂട്ടിത്തു, പള്ള നിറച്ച് നല്ല രീതിയിൽ കൂട്ടിത്തു. അടി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ സംഗതി മനസ്സിലായി. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കെട്ടും. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ജനങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അതുകൊണ്ട് ഇനി ഒന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ തടി കേടാവും, അതായിരിക്കും നല്ലത് എന്ന് ഉടനെ മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശി തുടങ്ങി. പിണറായി സർക്കാർ മുട്ടുമടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകാത്ഭുതങ്ങളാണ്. അപ്പോ ഈ ഫീസ് കുറയ്ക്കുക എന്നത് ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം, അല്ലെ ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ അപൂർവ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തീരുമാനമായത് 2023 ഏപ്രിൽ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലായതാണ്. അതായത് ഇങ്ങനെ ഫീസ് കൂട്ടി വാങ്ങിയിട്ടുള്ള, നേരത്തെ നിസാർ ബാബുവിന് അടക്കം അത്രയധികം ആൾക്കാരിൽ നിന്ന് കൂട്ടി വാങ്ങിയിട്ടുള്ള ഫീസ് മടക്കി കൊടുക്കുക. അതെങ്ങനെയാണ് മടക്കി കൊടുക്കുന്നതെന്ന് ഞാൻ അതിന്റെ ബാക്കി പറയുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എങ്ങനെയാണ് ആ തീരുമാനമെടുക്കാനിടയ സാഹചര്യം ഈ നിസാർ ബാബുവാണ്. അന്ന് അവനെ പഞ്ഞിക്കിട്ട സകല സൈബർ ഗുണ്ടകളും സഖാക്കളും മുഴുവൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണ് നിങ്ങൾ അവനെ അടിച്ചത്. അത് നിങ്ങൾ ഇപ്പോഴാണ് തിരിയുന്നത്. അവന്റെ ഒരൊറ്റ ശബ്ദം, അവന്റെ ഒരൊറ്റ പരാതി, ആ പരാതി ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഫലമാണ് ഇന്ന് കുറയ്ക്കേണ്ടി വന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക തോൽവിയായ ശേഷം പിണറായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു, യു ടേൺ അടിക്കാൻ തുടങ്ങുന്നു. അതിന്റെ തെളിവാണ് ഇനി പറയുന്ന നിരക്കുകൾ. നമുക്ക് ആ നിരക്കുകളിലേക്ക് ഒന്ന് നോക്കാം. ഫീസ് നിരക്ക്, കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 80 ചതുരശ്ര മീറ്റർ, സ്ക്വയർ ഫീറ്റ് അല്ല കേട്ടോ, അല്ലെങ്കിൽ 861 സ്ക്വയർ ഫീറ്റ്. 80 ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ 861 സ്ക്വയർ ഫീറ്റ് വരെ നേരത്തെ ഫീസ് ഇല്ലായിരുന്നു, അതിപ്പോഴും ഇല്ല. 81 മുതൽ 300 വരെ 50% ഇളവാണ് പറഞ്ഞിരുന്നത്. ഇപ്പോ പുതുക്കിയ നിരക്കനുസരിച്ചുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. പഞ്ചായത്തില് 81 മുതൽ 150 വരെ, അതായത് 1614 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളത് 50 നിന്ന് 25 കുറയും. ചതുരശ്ര മീറ്ററിനാണ്. ചതുരശ്ര മീറ്ററിന് 50 നിന്ന് 25 രൂപയായി കുറയും എന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഭീമമായ വർധനവാണ് വർദ്ധിപ്പിച്ചേക്കണേ. ഒരുപാട് വലിയൊരു വർധനവ് വർദ്ധിപ്പിച്ചു. എന്നിട്ട് അതിന്റെ പകുതിയാണ് കുറയുമെന്ന് പറഞ്ഞത്, അല്ലാതെ ആദ്യത്തിന്റെ പകുതിയോ മറ്റൊന്നുമല്ല. ഈ ഭീമമായി ഇപ്പോ 20,000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് 10,000 രൂപ കുറച്ചു തരാന്നാ പറയണേ. അപ്പോഴും 10,000 കൂടി കിടക്കാണ്. 1200 കൊടുത്ത സ്ഥാനത്ത് 24,000 അടപ്പിച്ചപ്പോ 24,000ന്റെ പകുതി തിരിച്ചു തരാന്നാ പറയണേ. അപ്പോൾ 1,400 അവിടെ കിടക്കുന്നു, ബാക്കിയുള്ള 12,000 അവിടെ കിടക്കുന്നു. അപ്പൊ 1,200 12,000 അപ്പോഴും ആയിട്ടുണ്ട്. അതാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കൊള്ളയുടെ കണക്കപ്പെടാൻ മനസ്സിലാക്കേണ്ടത്. പകുതി ആയപ്പോഴും 12,000 ആയിട്ടുള്ളൂ 1,200 സ്ഥാനത്ത്. 10 ഇരട്ടിയായി കൂടി. ഇനി എന്തോ ആയിക്കോട്ടെ, അത് പഞ്ചായത്തില് 81 മുതൽ 150 വരെ സ്ക്വയർ ഫീറ്റിൽ 50 നിന്ന് 25 കുറയും എന്ന് പറയുന്നത്. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 70 രൂപ എന്നുള്ളത് 35 രൂപ, കോർപ്പറേഷൻ ആണെങ്കിൽ 100 രൂപ എന്നുള്ളത് 40 രൂപ. ഇങ്ങനെ ഒരു കുറവ് വരുമെന്നാണ് പറയുന്നത്. പിന്നെ 151 മുതൽ 300 വരെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1,625 സ്ക്വയർ ഫീറ്റ് മുതൽ 3,229 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളത് പഞ്ചായത്തില് 100 രൂപയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. 100 എന്നുള്ളത് 50 രൂപ അടച്ചാൽ മതി. മുനിസിപ്പാലിറ്റി എന്നുള്ളത് 100 രൂപ എന്നുള്ള 60 അടച്ചാൽ മതി. കോർപ്പറേഷനിൽ 150 എന്നുള്ളത് 70 അടച്ചാൽ മതി. ഇനി 300 ചതുരശ്ര മീറ്റർ, ഇതൊക്കെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആണ് ഇത്തരത്തിലുള്ള 300 ചതുരശ്ര മീറ്റർ ഒക്കെ വരിക. അപ്പോൾ അത്തരത്തിലുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തില് 150
അത് 100 കുറയും. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 200 എന്നുള്ളത് 150 കുറയും. ഇതാണ് നിലവിൽ കുറഞ്ഞത്. ഇത് ആഗസ്റ്റ് 1 മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് ഏറ്റവും രസകരമായ വസ്തു എന്ന് പറയുന്നത്, നമ്മള് പെർമിറ്റ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കടം വാങ്ങിയിട്ട് ലോൺ എടുത്തൊക്കെ കൊണ്ടുതന്ന് അങ്ങോട്ട് ചെന്ന് കൊടുക്കുക ചെയ്തത്. കൊടുത്തപ്പോൾ നമ്മളെ അഡ്രസ് അവിടെ ഉണ്ട്, നമ്മളെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ ഉണ്ട്, വസ്തുവിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും, കെട്ടിടത്തെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതായത് നമ്മൾ അവിടെ ഇത്ര രൂപ അടച്ചു എന്നുള്ള സകല രേഖകളുമുണ്ട്. അധികമായി അടച്ച പൈസ 2023 ഏപ്രിൽ 10 വരെയുള്ള പൈസ അധികമായി ഇങ്ങനെ നമ്മളിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു തരാം എന്നാണ് സർക്കാർ പറയുന്നത്. ഗതികേടാണ് പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടത്. ആരെ കൊടുക്കേണ്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും. അവരുടെ ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊള്ള ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. ഏതായാലും ആ കൊള്ള അടിച്ച പണം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അവരോട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് മര്യാദയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ടോ അതല്ല ഇവിടെ ചെയ്യുന്നത്. അതിന് നൂലാമാല ഉണ്ടാക്കുകയാണ്. അതായത് നമ്മളെ പണം കൊള്ളയടിച്ചിട്ട് നമ്മളിന്ന് കൊള്ളയടിച്ചിട്ടുള്ള പണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേറെ വലിയ നൂലാമാലകൾ ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ പണം വേറെ ഉണ്ടാക്കണം. അതിന് അപേക്ഷാ ഫീസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആളെ എത്ര ആൾക്കാരിൽ നിന്ന് വിളിച്ചു എന്നുള്ളത് ഇവിടെ രേഖയുണ്ട്, നോക്കിയാൽ കിട്ടുമല്ലോ. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ രേഖ ഉള്ളതാണ്. നോക്കിയിട്ട് അയാളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത്ര രൂപ റീഫണ്ട് ചെയ്യാനുണ്ട്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നേരെ അക്കൗണ്ട് നമ്പർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ അക്കൗണ്ട് നമ്പറും ആ മൊബൈൽ നമ്പറും ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നേരെ അങ്ങ് ചെയ്താൽ മതി. ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. ആ സ്ഥാനത്ത് ഇനി ഇതിന്റെ കണക്ക് കൂട്ടണം, ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് അപേക്ഷ കൊടുത്ത് കാത്തേക്കണം. അപേക്ഷ എന്ന് പറഞ്ഞാൽ ഈ യുവന്മാരെയൊക്കെ കാല് പിടിക്കാൻ വീണ്ടും ചെല്ലണമെന്നാണ് പറയുന്നത്. അപേക്ഷയും കൊണ്ടേ ഈ അപേക്ഷയൊക്കെ എടുത്ത് കളയേണ്ട കാലം എന്നോ കഴിഞ്ഞേക്കണം. ഈ പണം വാങ്ങാൻ ഒരു അപേക്ഷ, പണം കൊള്ളയടിക്കാൻ എന്ത് ചെയ്യണം? കൊള്ളയടിക്കാൻ എന്റെ പണം കൊള്ളയടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം. അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടാണ് 24,000 തൊള്ളയെ കൊണ്ടൊന്ന് വെച്ചു കൊടുത്തത്. എന്നിട്ട് അതിനുശേഷം ആ കൊള്ളയടിച്ച പണം തിരിച്ചു കൊടുക്കാനായിട്ട് സർക്കാർ നിർബന്ധിതനായപ്പോ, അതായത് ജനം പഞ്ഞിക്കിടാൻ തുടങ്ങി. ഇനി അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പരസ്യമായി ദേഹത്ത് പഞ്ഞിക്കിടാനേ ഉള്ളൂ, പൊളിറ്റിക്കലി പഞ്ഞിക്കിടാൻ തുടങ്ങി. ആ പഞ്ഞിക്കിടൽ ഇനി മുന്നോട്ട് പോയാൽ പണിയാവുമെന്ന് മനസ്സിലായപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ആ ആളെ വിളിച്ച് അങ്ങോട്ട് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, അപ്പൊ ഞങ്ങൾ പൈസ ഏറെ വാങ്ങിപ്പോയി, നിങ്ങളുടെ പൈസ ഇതാ, ഇത്രയും പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്, ആ പണം ഇതാ എന്ന് പറഞ്ഞ് അവര് വീട്ടിലെത്തിക്കണം. അതാണ് വേണ്ടത്. കൊള്ളയടിച്ച പണമാണ്. അതിന് ഈ എന്നെ കൊള്ളയടിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊണ്ട് പോയവൻ വീണ്ടും ഒരു അപേക്ഷ കൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് കൊള്ളയടിച്ച പണം തിരിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലണമെന്നാണ് പറയുന്നത്. എവിടുത്തെ ന്യായമാണെന്ന് അറിയാൻ വയ്യ. ഏതായാലും ഈ പിണറായി കാലം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയ ഒരു ഭരണം, ഒരു സർക്കാർ ഞാൻ കണ്ടിട്ടില്ല, എന്റെ അറിവിലില്ല. ഞാൻ ജനിച്ച ശേഷം ഇതുവരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ഇവിടെ ഇടത് വലത് സർക്കാർ എല്ലാം ഉണ്ട്. എന്റെ അറിവ് EK നായനാർ മുതലാണ് നല്ല ഒരു അറിവ് എന്റെ മനസ്സിലുള്ളത്. അതിനു മുമ്പുള്ള സർക്കാരൊന്നും നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടമായതുകൊണ്ട് നമ്മൾ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നായനാർ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നായനാരുണ്ട്, അച്യുതാനന്ദനുണ്ട്, അങ്ങനെ പലരുമുണ്ട്, ഉമ്മൻചാണ്ടി ഉണ്ട്, AK ആന്റണി ഉണ്ട്, പലരും ഉണ്ട്. ഇവരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരിനെ പോലെ ഒരു നാറിയ ഭരണം എവിടെയും ഞാൻ അനുഭവിച്ചിട്ടില്ല ഇത്രയും പ്രായത്തിനിടയ്ക്ക്.